ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാധാറാണിയുടെ അവതാര കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് അവസാനം വരെ ഈ കഥ കേൾക്കണം. നമ്മൾ മാധവത്തിലൂടെ ഇപ്പോൾ ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ എല്ലാ കഥകളും പറഞ്ഞു കഴിഞ്ഞു. ആ പറഞ്ഞ കഥകളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൽ ഒരു ഫോൾഡർ, അതായത് ഭാഗവതം പ്രഥമ സ്കന്ധം 2025 എന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്രഥമ സ്കന്ധത്തിലെ മുഴുവൻ കഥകളും ആ ഫോൾഡറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കാത്ത എല്ലാവരും തന്നെ ഭാഗവതത്തിലെ ആ പ്രഥമ സ്കന്ധത്തിലെ കഥകളെല്ലാം തന്നെ കേൾക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്കന്ധം, ആ സ്കന്ധത്തിലെ നമ്മൾ ഇതുവരെ പറഞ്ഞ കഥകളെല്ലാം തന്നെ ഭാഗവതം രണ്ടാം സ്കന്ധം 2025 എന്ന ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ആ ഫോൾഡറിൽ അതെല്ലാം സേവ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. എല്ലാവരും സമയം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തന്നെ ഈ കഥകളെല്ലാം എടുത്ത് കേട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. ഇന്ന് നമ്മൾ രാധാറാണിയുടെ അവതാര കഥയാണ് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടൊത്ത് വസിക്കുന്ന ആ ലോകമാണ് വൈകുണ്ഠം. വൈകുണ്ഠത്തിലെ രാജധാനിയാണ് ഗോലോകം. ഗോലോകത്തിൽ ഭഗവാൻ നാരായണനും രാധാറാണിയും ചേർന്ന് വസിക്കുന്നു. ഒരിക്കല് ഭഗവാൻ രാധാറാണിയോട് പറയുകയാണ്, ഞാൻ ഉടൻ തന്നെ ഭൂമിയിൽ അവതരിക്കുവാൻ പോവുകയാണ്. 125 വർഷം അവിടെ ലീലകളാടാനായിട്ട് പോവുകയാണ് എന്ന് നാരായണൻ രാധാറാണിയോട് പറഞ്ഞപ്പോൾ രാധാറാണിക്ക് വളരെയധികം സങ്കടമാണ് ഉണ്ടായത്. റാണിക്ക് വിരഹവേദന അനുഭവപ്പെട്ടു. രാധാറാണി വളരെ സങ്കടത്തോടു കൂടി ഭഗവാനോട് പറയുകയാണ്, അങ്ങ് പോകുന്നത് എനിക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല, അങ്ങ് എന്നെ വിട്ടു പോവുകയാണോ എന്ന നിലയിൽ ഇങ്ങനെ പരിഭവം പറഞ്ഞു. ഉടൻ തന്നെ ഭഗവാൻ പറയുകയാണ്, ദേവിക്ക് അത്ര വിഷമമാണെങ്കിൽ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് പറയുന്നു. അപ്പോൾ രാധാറാണി പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അങ്ങ് പോകുന്നതിനു മുമ്പേ ഞാൻ പോകാം, പക്ഷേ എനിക്കൊരു നിബന്ധനയുണ്ട്. അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ്, എന്തു നിബന്ധനയാണ് ദേവിക്കുള്ളത് എന്ന് ചോദിച്ചപ്പോൾ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗോവർദ്ധനം, ആ ഗോവർദ്ധനം അവിടെ ഉണ്ടാകണം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ നദി യമുനാ നദിയും ഞാൻ വസിക്കുന്ന പ്രദേശത്ത് ഉണ്ടാകണം. അതുപോലെ തന്നെ ഈ മണ്ണും അവിടെ ഉണ്ടാകണമെന്ന് രാധാറാണി ഭഗവാനോട് പറയുന്നു. അങ്ങനെ ഭഗവാൻ അപ്രകാരമെല്ലാം ആകട്ടെ എന്ന് രാധാറാണി അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഭഗവാൻ അവതരിക്കുന്നതിന് 15 ദിവസം മുമ്പ് രാധാറാണി ഭൂമിയിൽ അവതരിച്ചു. അങ്ങനെ ഗോവർദ്ധനവും യമുനാ നദിയും ആ വൃന്ദാവനത്തിലെ മണ്ണുമൊക്കെ തന്നെ ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാരത്തിന് 15 ദിവസം മുമ്പാണ് രാധാറാണി ഭൂമിയിൽ അവതരിച്ചത്. വൃഷഭാനു മഹാരാജ് എന്ന യാദവനാണ് രാധാറാണിയുടെ പിതാവ്. കീർത്തിദാ സുന്ദരിയാണ് മാതാവ്. വൃഷഭാനു മഹാരാജാവ് ഒരിക്കല് തൻ്റെ ഗൃഹത്തിന്റെ തൊട്ടു മുമ്പിലൂടെ യമുനാ നദിയുടെ ഒരു കൈവഴി ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഒരു ദിവസം രാവിലെ അദ്ദേഹം യമുനാ നദിയിൽ കുളിക്കാനായി ഇറങ്ങിയ സമയത്ത് സാധാരണ യമുനാ നദി കറുത്ത നിറത്തിൽ, അതായത് മണ്ണിന്റെ നിറത്തിലാണ് ഒഴുകുന്നത്. അന്ന് നദിക്ക് സ്വർണ്ണ നിറം കാണപ്പെട്ടു. അതുകൂടാതെ തന്നെ പ്രകൃതിക്കാകെ എന്തോ ഒരു മാറ്റം ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം യമുനാ നദിയിൽ ഇറങ്ങിയ സമയത്തു തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്ത് ഒരു കാന്തിക പ്രഭാവം ഉണ്ടായതായി അദ്ദേഹത്തിന് തോന്നി.
എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന അത്ഭുതത്തോടു കൂടി അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ യമുനാ നദിയിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം ഒരു അത്ഭുത കാഴ്ചയാണ് കണ്ടത്. അതായത് ഒരു സ്വർണ്ണ താമര തന്റെ നേർക്ക് ഒഴുകി വരുന്നു. അദ്ദേഹം ആ താമരയിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ താമരയ്ക്കുള്ളിലായിട്ട് ഒരു അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞ്, ആ പെൺകുഞ്ഞും താമരയും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഈ വൃഷഭാനു മഹാരാജാവിനും കീർത്തിദാ സുന്ദരിക്കും ഒരു പുത്രൻ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആ പുത്രന്റെ പേര് ശ്രീദാം എന്നായിരുന്നു. ഒരു പെൺകുഞ്ഞു വേണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺകുഞ്ഞ് തന്റെ അടുക്കലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ തന്നതാണ് തനിക്ക് ഈ പെൺകുഞ്ഞിനെ എന്ന് കരുതി ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വൃഷഭാനു മഹാരാജ് കീർത്തിദാ സുന്ദരിയുടെ അടുക്കലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, കീർത്തിദാ, ഇതാ ഭഗവാൻ നമുക്ക് ഒരു കുഞ്ഞിനെ തന്നിരിക്കുന്നു, ഒരു പെൺകുഞ്ഞിനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അത്യധികമായ ആഹ്ലാദത്തോടുകൂടി ആ കുഞ്ഞിനെ വൃഷഭാനു മഹാരാജാവ് കീർത്തിദയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. സന്തോഷത്തോടുകൂടി അവരാ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. എന്നിട്ട് ആ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലായത്. ആ കുഞ്ഞ് അതീവ തേജസ്സുള്ള ഒരു കുഞ്ഞാണ്, അതീവ സൗന്ദര്യമുള്ള ഒരു കുഞ്ഞാണ്. പക്ഷേ ആ കുഞ്ഞിന് കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. ആ കാഴ്ച അവരെ അമ്പരപ്പിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ ചെയ്തത്? ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുഞ്ഞിന് എന്തുകൊണ്ടാണ് കണ്ണുകൾ കൊടുക്കാഞ്ഞത് എന്ന് കരുതി അവരിങ്ങനെ ആശങ്കപ്പെട്ടു. അപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം മനസ്സിലായത്. ഈ കുഞ്ഞ് ശ്വസിക്കുന്നില്ല. പക്ഷേ ഒരു മരണപ്പെട്ട ഒരു കുഞ്ഞിന്റെ യാതൊരു ലക്ഷണങ്ങളും ആ കുട്ടി കാണിക്കുന്നുമില്ല. അതോടുകൂടി ഈ കുട്ടിക്ക് എന്തോ ഒരു അത്ഭുത ശക്തി ഉണ്ട് എന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ കളയാനും അവർക്ക് തോന്നിയില്ല. കാരണം അത്ര സൗന്ദര്യമുള്ള കുട്ടിയാണ്, ശ്വസിക്കുന്നില്ല, ഒന്നും മിണ്ടാതെ കിടക്കുന്നു, കണ്ണും തുറക്കുന്നില്ല. എന്തു തന്നെയായാലും ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കട്ടെ എന്ന് കരുതി ഇവർ ആ കുഞ്ഞിനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും കുഞ്ഞിനെ തൊട്ടിലിൽ ഇങ്ങനെ കിടത്തുകയും ചെയ്തു. പക്ഷെ ഈ കുഞ്ഞ് ആഹാരമൊന്നും കഴിക്കുന്നില്ല, ശ്വസിക്കുന്നില്ല, കണ്ണും തുറക്കുന്നില്ല. പക്ഷെ മരണപ്പെട്ട കുട്ടിയുടെ യാതൊരു ലക്ഷണങ്ങളും ഈ കുട്ടി കാണിക്കുന്നില്ല. അങ്ങനെ ആ നാട്ടിലുള്ള സകലമാന ജനങ്ങളും വൃഷഭാനു മഹാരാജാവിന് കാളിന്തി നദിയിൽ നിന്ന്, യമുനാ നദിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത അറിയുകയും എല്ലാവരും കുഞ്ഞിനെ കാണാൻ വരികയും, എന്നാൽ ഈ കുഞ്ഞിന്റെ സൗന്ദര്യത്തിൽ അവരെല്ലാവരും ആകൃഷ്ടരാവുകയും, പക്ഷെ ഈ കുഞ്ഞിന് കണ്ണില്ലെന്നും ശ്വസിക്കുന്നില്ലെന്നും ഒക്കെ കരുതി അവരിങ്ങനെ എന്തുകൊണ്ടാണ് ബ്രഹ്മദേവൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ അവര് മുമ്പോട്ട് പോയി. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിലാണ് ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആരെത്തിച്ചേരുന്നത്? നാരദ മഹർഷി എത്തിച്ചേരുന്നത്. വൃഷഭാനു മഹാരാജാവിന് വലിയ സന്തോഷമായി. കാരണം വലിയൊരു മഹാത്മാവാണ് തന്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ നാരദ മഹർഷിയെ സ്വീകരിച്ച് ആനയിച്ച് അദ്ദേഹത്തിന്റെ ഗൃഹത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി എല്ലാവിധ പൂജകളൊക്കെ നടത്തി. അതിനുശേഷം ചോദിച്ചു, അങ്ങ് എന്തിനാണ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയത് എന്ന് ചോദിച്ചപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, അല്ലയോ വൃഷഭാനു, താങ്കൾക്കൊരു കുഞ്ഞിനെ കിട്ടി എന്നറിഞ്ഞിട്ട് ആ കുഞ്ഞിന്റെ വിശേഷങ്ങൾ അറിയുന്നതിനായി വന്നതാണ്, കുഞ്ഞിനെ കാണാനായി വന്നതാണ് എന്ന നിലയിൽ നാരദ മഹർഷി വൃഷഭാനു മഹാരാജിനോട് പറയുന്നു. അപ്പോൾ വൃഷഭാനു മഹാരാജ് പറയുകയാണ്, അല്ലയോ നാരദ മഹർഷി, അതീവ സൗന്ദര്യമുള്ള തേജസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് എനിക്ക് യമുനാ നദിയിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ബ്രഹ്മദേവൻ എന്നോട് വലിയ ചതിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം ആ കുഞ്ഞ് ശ്വസിക്കുന്നില്ല, അത് മാത്രമല്ല ആ കുഞ്ഞിന് കണ്ണുമില്ല, കണ്ണും തുറക്കുന്നില്ല. അങ്ങനെ ഒരു കുഞ്ഞിനെയാണ് തന്നത് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ നാരദ മഹർഷിക്ക് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, പ്രപഞ്ചലീല അത് നിനക്ക് അറിയില്ല. പ്രപഞ്ചത്തിന്റെ ലീല, ആ പ്രപഞ്ചത്തിന്റെ ലീലയിൽ നീ വെറും ഒരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട് നിനക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്. ഈ കുഞ്ഞ് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഒരു ദിവസം നിശ്ചയിച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ആ ദിവസം നീ ഈ നാട്ടിലെ എല്ലാ മനുഷ്യരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു വലിയ ആഘോഷം നടത്തണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആഘോഷം ഞാൻ നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ, നിനക്കൊരു കുഞ്ഞിനെ ലഭിച്ചില്ലേ, അതിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ഒരു ആഘോഷം നടത്തേണ്ടത് എന്ന് നാരദ മഹർഷി വൃഷഭാനുവിനോട് പറയുന്നു. അപ്പോൾ
വൃഷഭാനു മഹാരാജ് പറയുകയാണ്, ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആഘോഷം നടത്തുന്നത്? എൻ്റെ കുഞ്ഞിനെ കാണാൻ ആ സമയത്ത് എല്ലാവരും വരില്ലേ? എല്ലാവരും വരുമ്പോൾ ശ്വസിക്കാത്ത, കണ്ണ് തുറക്കാത്ത ഒരു കുഞ്ഞിനെ ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ കാണിക്കും? ഈ കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് എങ്ങനെ സന്തോഷിക്കുവാൻ സാധിക്കും എന്ന നിലയിൽ വൃഷഭാനു മഹാരാജ് പറയുമ്പോൾ നാരദ മഹർഷി വീണ്ടും പറയുകയാണ്, നിനക്ക് ഈ പ്രപഞ്ചത്തിന്റെ ലീലകളെ പറ്റി അത്ര നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് നീ ധൈര്യമായി ചെയ്യുക, അന്ന് ഒരു അത്ഭുതം സംഭവിക്കും എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് വൃഷഭാനു മഹാരാജ് വലിയ ആഘോഷം നടത്തുന്നു. ആ സമയത്ത് അദ്ദേഹം തന്റെ വീട്ടിലേക്ക് എല്ലാവരെയും ക്ഷണിച്ച് വരുത്തുന്നു. അങ്ങനെ കുഞ്ഞിനെ കാണാനായിട്ട് എല്ലാവരും എത്തിച്ചേരുന്നു. കുഞ്ഞിന് ധാരാളം സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് എല്ലാവരും വരുന്നത്. ധാരാളം മധുരപലഹാരങ്ങളും കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ കുഞ്ഞിന് മധുരപലഹാരങ്ങൾ കൊടുക്കുവാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ആ സമയത്താണ് അവിടേക്ക് ആരെത്തിച്ചേരുന്നത്? നന്ദഗോപരും യശോദാ റാണിയും രോഹിണി മാതാവും കുഞ്ഞു കൃഷ്ണനും ബലരാമനും. ബലരാമൻ ഇങ്ങനെ പിച്ച വെച്ച് നടക്കും, കൃഷ്ണൻ മുട്ടയിലഴഞ്ഞു നടക്കുന്ന പ്രായമാണ്. നന്ദഗോപര് വൃഷഭാനുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. വൃഷഭാനു മഹാരാജ് നന്ദഗോപരെ കണ്ട ഉടൻ തന്നെ കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ആനയിക്കുന്നു. കീർത്തിദാ സുന്ദരി ഓടി വരുന്നു. യശോദാ റാണിയെയും രോഹിണി മാതാവിനെയും ഒക്കെ സ്വീകരിച്ചിട്ട് അവരകത്തേക്ക് കൊണ്ടുപോകുന്നു. കുഞ്ഞുങ്ങളെല്ലാം അവിടെ ഇങ്ങനെ ഓടി നടന്ന് കളിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ മുട്ടിലിഴഞ്ഞു നടക്കുന്ന പ്രായമാണല്ലോ. അങ്ങനെ മുട്ടിലിഴഞ്ഞിഴഞ്ഞ് രാധാറാണി കിടക്കുന്ന തൊട്ടിലിന്റെ അടുക്കലേക്ക് വരുന്നു. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ആ തൊട്ടിലിനകത്തേക്ക് കയറുന്നു. കയറിയിട്ട് രാധാറാണിയുടെ അടുക്കൽ ഇരുന്നിട്ട് രാധാറാണിയുടെ നെഞ്ചിനിട്ട് ഇങ്ങനെ ഇടിക്കുന്നു. ഇങ്ങനെ ഇടിച്ചിട്ട് പറയുകയാണ്, റാണി, രാധാറാണി, ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും രാധാറാണി കണ്ണ് തുറക്കുന്നു. കണ്ണു തുറന്നിട്ട് ശ്വാസം എടുത്തിട്ട് ഉറക്ക കരയുന്നു. അങ്ങനെ രാധാറാണി കണ്ണു തുറന്ന് ആദ്യമായി കാണുന്നത് ആരെയാണ്? കൃഷ്ണനെയാണ്. അപ്പോഴ് ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ കണ്ണൻ പതിയനെ തൊട്ടിലിന്റെ അകത്തു നിന്നും എഴഞ്ഞ് പതിയനെ താഴെ ഇറങ്ങി അവിടെയൊക്കെ ഇങ്ങനെ മുട്ടിലിഴഞ്ഞ് നടക്കുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് എല്ലാവരും ഓടിയെത്തി. അവരെല്ലാവരും അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും കാലം കണ്ണു തുറക്കാതിരുന്ന, കണ്ണില്ലാതിരുന്ന ആ കുഞ്ഞിന് ഇപ്പോൾ കണ്ണുണ്ടായിരിക്കുന്നു. കുഞ്ഞ് ശ്വസിക്കുന്നു, കരയുന്നു. അതോടുകൂടി വൃഷഭാനു മഹാരാജാവ് പറയുകയാണ്, എല്ലാം നന്ദഗോപര് കാലെടുത്ത് എൻ്റെ ഭവനത്തിൽ വെച്ചതിന്റെ ഐശ്വര്യമാണ് എന്ന് പറഞ്ഞ് നന്ദഗോപരെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നന്ദഗോപര് പറയുകയാണ്, അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഒരു സാധാരണക്കാരനാണ്, ഇത് അങ്ങയുടെ ഭാഗ്യം കൊണ്ടാണ് എന്ന് നന്ദഗോപര് തിരിച്ചും പറയുന്നു. അപ്പോഴാണ് വൃഷഭാനു മഹാരാജാവ് ഓർക്കുന്നത്, നാരദ മഹർഷി വന്നിട്ട് തന്നോട് ചില അത്ഭുതങ്ങൾ നടക്കും എന്ന കാര്യം പറഞ്ഞത്. അതോടുകൂടി ആ കാര്യം വൃഷഭാനു മഹാരാജാവ് നന്ദഗോപരോട് പറയുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിരുന്ന് നാരദ മുനിയെ സ്തുതിക്കുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഒന്നും അറിയാത്ത പോലെ കണ്ണനും ബലരാമനും അവിടെയൊക്കെ ഓടി നടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വൃഷഭാനു മഹാരാജനും കീർത്തിദാ സുന്ദരിക്കും ഒരു പെൺകുഞ്ഞിനെ ലഭിച്ചിരിക്കുന്നു. അന്ന് അവര് താമസിച്ചത് റാവൽ എന്ന സ്ഥലത്താണ്. പിന്നീട് ബർസാന എന്ന പ്രദേശത്തേക്ക് അവര് മാറിപ്പോവുകയും ചെയ്തു. വൃഷഭാനുവിനും കീർത്തിദാ സുന്ദരിക്കും രാധാറാണിയെ ലഭിക്കുന്നതിന് മുമ്പായിട്ട് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേര് ശ്രീധാം എന്നായിരുന്നു. രാധാറാണിയുടെ ജനനത്തിന് ശേഷം അവർക്ക് ഒരു പെൺകുഞ്ഞു കൂടി ജനിച്ചു. ആ കുഞ്ഞിന്റെ പേര് അനങ്കമഞ്ജരി എന്നാണ്. ഇവിടെ രാധാറാണി ഭഗവാൻ നാരായണനോട് ഗോലോകത്ത് വെച്ച് പറഞ്ഞിരുന്നു, ഞാൻ മുമ്പേ പോകും, പക്ഷേ ഞാൻ കണ്ണു തുറന്ന് ആദ്യമായി കാണുന്നത് അങ്ങേയായിരിക്കും. അതിനു വേണ്ട അനുഗ്രഹം അങ്ങ് എനിക്ക് നൽകണമെന്ന് രാധാറാണി പറഞ്ഞിരുന്നു. അതനുസരിച്ചിട്ടാണ് ഇപ്രകാരമൊക്കെ സംഭവിച്ചത്. ഭാഗവതത്തിൽ രാധാറാണിയെ പറ്റി വലിയ വിശദമായിട്ടൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. രാസലീല സമയത്ത് രാധാറാണിയെ പറ്റി ഒന്ന് വിവരിക്കുന്നുണ്ട്, ഒന്ന് വർണ്ണിക്കുന്നുണ്ട്. അതുകൂടാതെ സ്യമന്ത പഞ്ചകത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ യാഗം
നടത്താനായിട്ട്, പൂജകൾ നടത്താനായിട്ട് പോയിരുന്നു. അതും ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. ആ സമയത്ത് പാണ്ഡവരും അതുപോലെ തന്നെ വൃന്ദാവനത്തിൽ നിന്ന് എല്ലാവരും വരുന്നതായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് യശോദ റാണിയുടെയും നന്ദഗോപരുടെയും കൂടെ രാധാറാണി, ഗോപന്മാരെല്ലാവരും ഗോപസ്ത്രീകളും എല്ലാം വന്ന കൂട്ടത്തിൽ രാധാറാണിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് ഭാഗങ്ങളിലാണ് ഭാഗവതത്തിൽ രാധാറാണിയെ പറ്റി വർണ്ണിക്കുന്നത്. പക്ഷേ ബ്രഹ്മവൈവർത്തവ പുരാണത്തിലും പത്മപുരാണത്തിലും ദേവി ഭാഗവത പുരാണത്തിലും അതുപോലെ മത്സ്യപുരാണത്തിലും വരാഹ പുരാണത്തിലും നാരദ പുരാണത്തിലും ഒക്കെ തന്നെ രാധാറാണിയെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് രാധാറാണി ഭൂമിയിൽ അവതരിച്ചത്. രാധാറാണി ജനിച്ചിട്ട് ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടാണ് രാധാറാണി ഭഗവാനെ കാണുന്നത്. അതുവരെ രാധാറാണി കണ്ണു തുറന്നില്ല, ശ്വസിച്ചില്ല. ഒരു അത്ഭുത ശിശു എന്ന നിലയിൽ വൃഷഭാനു മഹാരാജിന്റെയും കീർത്തിദാ സുന്ദരിയുടെയും ഭവനത്തിൽ കഴിഞ്ഞ് കൂടുകയായിരുന്നു. ഇതാണ് ദേവിയുടെ അവതാര കഥ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് യമുനാ നദി, മറ്റൊന്ന് ഗോവർദ്ധന പർവ്വതം, അടുത്തത് വൃന്ദാവനത്തിലെ മണ്ണ്. യമുനാ നദി യമന്റെ സഹോദരിയാണ്. അത് നമ്മൾ ഭാഗവതത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. യമനാണ് പാപികൾക്കുള്ള ശിക്ഷ നൽകുന്നത്, എന്നാൽ പാപികളെ രക്ഷിക്കുന്നത് സഹോദരിയായ യമുനാ നദിയാണ്. യമുനയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പാപങ്ങൾ അവസാനിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. അത് ജ്യേഷ്ഠൻ അനുജത്തിക്ക് കൊടുത്ത ഒരു വരമാണ്. അത് വളരെ വിശദമായി ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗോവർദ്ധന പർവ്വതം, ഗോവർദ്ധനഗിരി എന്ന് ഉച്ചരിച്ചാൽ പോലും പാപം തീരും എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ഭക്തജനങ്ങൾ ഗോവർദ്ധനഗിരിയെ വലം വെച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വൃന്ദാവനത്തിലെ മണ്ണ്, ആ മണ്ണിൽ ഇങ്ങനെ ഭക്തജനങ്ങൾ കിടന്നിങ്ങനെ ഉരുളുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ തൊടുന്ന ഗോപീചന്ദനം അതും വൃന്ദാവനത്തിലെ മണ്ണാണ്. ഈ റാവൽ എന്ന സ്ഥലവും അതുപോലെ തന്നെ ബർസാന എന്ന സ്ഥലവും ഒക്കെ തന്നെ ഇപ്പോഴുമുണ്ട്. ഉത്തർപ്രദേശിലാണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് രാധാറാണിയുടെ അവതാര കഥ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. രാധാറാണിയുടെ മറ്റുള്ള കഥകളൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് കുറേശ്ശെ പറയാം. എല്ലാവരും പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക, മാധവത്തിന്റെ കൂടെ എന്നും ഉണ്ടാവുക. ഹരേ കൃഷ്ണ.